വിവാഹം വളരെ പവിത്രമായ ബന്ധമാണ്. ഇത് ഒരു ആജീവാനന്ദ ബന്ധമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ വിവാഹമോചനങ്ങൾ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ദാമ്പത്യ ബന്ധത്തിൽ പൊരുത്തക്കേടുണ്ടായാൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് ദമ്പതികൾ പരസ്പരം ബന്ധം വേർപിരിയുന്നു. പക്ഷേ ചിലർ ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെങ്കിലും ആ ബന്ധം നിലനിർത്തി ജീവിക്കുന്ന നിരവധി ദമ്പതികളുണ്ട്. എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ആ ബന്ധത്തിൽ തന്നെ തുടരാൻ അവരെ നിർബന്ധിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അവ ഇവയാണ്. 1. ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം. ഒറ്റയ്ക്കാകുമോ എന്ന ഭയം കാരണം പലരും വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹമോചനത്തിനു ശേഷമുള്ള ജീവിതം ഇതിലും മോശമായിരിക്കുമെന്ന് അവർ കരുതുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയത്താൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ദാമ്പത്യ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയും സ്ഥിരതയും ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ കാരണങ്ങളാണ്. 2. പെട്ടെന്ന് വിട്ടുപിരിയാൻ പ്രയാസം. വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ദമ്പതികൾ പല കാര്യങ്ങളിലും ഇഴകിച്ചേർന്നിട്ടുണ്ടാകും. കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ചെറിയ ജോലികൾക്കായി അവർ പരസ്പരം ആശ്രയിക്കുന്നവരായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ദമ്പതികൾ അവരുടെ പങ്കാളിയുമായി അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളിലും ഇടപെടുന്നവരാണ്. അവരെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. 3. കുട്ടികളോടുള്ള അടുപ്പം. ചില ആളുകൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിഷമവും അസന്തുഷ്ടിയും ഉണ്ടായിരുന്നിട്ട് കൂടി ആ ബന്ധത്തിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകുന്നു. ഇതിനു കാരണം കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവുമാണ്. മാതാപിതാക്കളുടെ വേർപിരിയൽ കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തെയാണ്. ബന്ധം വേർപിരിയുമ്പോൾ മാതാപിതാക്കളും കുട്ടികളെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ടാണ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കുടുംബത്തെ ഉപേക്ഷിക്കാതെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. 4. ബന്ധം ശക്തിപ്പെടുത്താൻ നല്ല സംസാരം പ്രധാനം. നിങ്ങളുടെ ഇണയുമായി ദേഷ്യപ്പെടാതെ സംയമനം പാലിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യം ആരോഗ്യകരവും വിജയകരവുമായി നിലനിർത്താൻ സഹായിക്കും. നല്ല ആശയവിനിമയം വിജയകരമായ ബന്ധത്തിൻ്റെ താക്കോലായി കണക്കാക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയേക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമയം ലഭിച്ചേക്കില്ല. എന്തുതന്നെയായാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. 5. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. പങ്കാളിയോട് വിയോജിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പര മാന്യത പുലർത്തേണ്ടതും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വീക്ഷണത്തിൽ പങ്കാളിയുടെ വാക്കുകൾ ശരിയല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതിനിടയിൽ നിങ്ങളുടെ കോപം നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ മോശമാകാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 6. പരസ്പരം ശ്രദ്ധിക്കുക. നല്ല ദാമ്പത്യത്തിന് കാരണമാകുന്നത് എന്താണ് എന്നതിന് ഒരു കൃത്യമായ നിർവചനമില്ല. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടെ പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാം. നല്ല പങ്കാളികൾ എപ്പോഴും പരസ്പരം ഒത്തൊരുമിച്ച് പോകാൻ ശ്രദ്ധിക്കുന്നവരാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ പരസ്പരം വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ കുഴപ്പമില്ല. അകന്നിരിക്കുന്നതിൻ്റെ കാരണം വ്യക്തമായി ചോദിച്ചറിയുക. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കുക. 7. ജോലി പരസ്പരം പങ്കിടുക. വീട്ടിൽ പാചകം ചെയ്യുക, കുട്ടികളെ നോക്കുക, വീട് വൃത്തിയാക്കുക എന്നിവ ഭാര്യയുടെ മാത്രം ജോലിയല്ല. നിങ്ങൾക്കും വീട്ടുജോലികളിൽ അവരെ സഹായിക്കാം. ജോലി ചെയ്യുന്ന ദമ്പതികൾക്കിടയിൽ വീട്ടുജോലികളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുവഴി അവരുടെ ബന്ധവും വഷളാകാൻ തുടങ്ങും. വീട്ടുജോലിയോ പുറത്തുള്ള ജോലിയോ ആകട്ടെ,
നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒരു പ്രശ്നവും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകില്ല. അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാം.